മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലുണ്ടായ നാടകീയ രംഗങ്ങളും കൂട്ടരാജിക്കും പിന്നാലെ സംഘടനയിലെ മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലുണ്ടായ നാടകീയ രംഗങ്ങളും കൂട്ടരാജിക്കും പിന്നാലെ സംഘടനയിലെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നതായി നടി ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചു. ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് താൻ ഇനി അമ്മയിൽ അംഗമല്ലെന്ന സുപ്രധാന തീരുമാനം ശ്വേത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തനിക്കൊരു വ്യക്തിത്വമുണ്ടെന്നും ഒരു പാവയായി തുടർന്ന് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നും വ്യക്തമാക്കി താരം. സംഘടനയ്ക്കുള്ളിൽ നടന്ന പല അണിയറ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ തുറന്നു പറയുമെന്നും മുന്നറിയിപ്പ് നൽകി. താരസംഘടനയുടെ ചരിത്രത്തിലാദ്യമായാണ് കഴിഞ്ഞ 2025 ഓഗസ്റ്റ് 15 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ശ്വേതാ മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും അടങ്ങുന്ന വനിതാ നേതൃത്വം അധികാരമേറ്റത്. നടിമാരെ ആക്രമിച്ച സംഭവം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയുടെ പശ്ചാത്തലത്തിൽ സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ കടന്നുവന്നത് വലിയ ചരിത്രമായി വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ അധികാരമേറ്റ് വെറും 310 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഒരു വർഷം തികയ്ക്കാൻ പോലും സാധിക്കാതെയാണ് കടുത്ത ആഭ്യന്തര കലഹത്തെ തുടർന്ന് ഈ സമിതിക്ക് പടി ഇറങ്ങേണ്ടി വന്നത്. കാലാവധി പൂർത്തിയാകാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഈ നാടകീയമായ കൂട്ടരാജി. ജോയിന്റ് സെക്രട്ടറിയായിരുന്ന നടി അൻസിബ ഹസൻ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. ഞായറാഴ്ച കൊച്ചി കാക്കനാട് ചിറ്റിലപ്പിള്ളി സ്ക്വയറിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ഭരണസമിതിക്കെതിരെ ഒരു വിഭാഗം അംഗങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതോടെയാണ് പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെയും വരവ് ചെലവ് കണക്കുകളിലെയും പിഴവുകൾ ചൂണ്ടിക്കാട്ടി നടന്മാരായ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ തുടങ്ങിയവർ രംഗത്തെത്തുകയും റിപ്പോർട്ട് പാസാക്കാൻ അനുവദിക്കില്ലെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. ഇതോടെ പ്രകോപിതയായ ശ്വേതാ മേനോൻ വേദിയിൽ കയറി തൻ്റെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. രാഷ്ട്രീയമായി തനിക്ക് പ്രത്യേക താൽപ്പര്യങ്ങളൊന്നുമില്ലെന്നും എന്നാൽ തന്നെ BJPക്കാരിയോ കോൺഗ്രസുകാരിയോ ആക്കാൻ സംഘടനയ്ക്കുള്ളിൽ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചു. താരങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളായതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ശ്വേത പറഞ്ഞു. തുടർന്ന് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശ്വേതയെ ബാബുരാജിൻ്റെയും നേതൃത്വത്തിൽ അനുനയിപ്പിച്ച് തിരികെ എത്തിച്ചെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുത്തതോടെ അവിശ്വാസ വോട്ടെടുപ്പിലേക്ക് കടക്കാതെ ഭരണസമിതി ഒന്നടങ്കം രാജി സമർപ്പിക്കുകയായിരുന്നു. യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ശ്വേതാ മേനോൻ സംഘടനയ്ക്കെതിരെയും മറ്റ് മുതിർന്ന നേതാക്കൾക്കെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കൃത്യമായ അജണ്ടകൾ വെച്ച് തങ്ങളെ പുറത്താക്കാനാണ് ഒരു വിഭാഗം ശ്രമിച്ചതെന്ന് ശ്വേത ആരോപിച്ചു. സംഘടന ഇപ്പോൾ കുറ്റാരോപിതരുടെ കൈകളിലേക്ക് തിരിച്ചെത്തുകയാണ്. പാവകളായി നിൽക്കുന്നവർക്ക് മാത്രമേ ഇനി അമ്മയെ നയിക്കാൻ സാധിക്കൂ. ബാബുരാജ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കാലത്തെ കണക്കുകളിൽ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നുവെന്നും സെപ്റ്റംബർ 1 മുതലുള്ള എല്ലാ കണക്കുകളും തൻ്റെ പക്കൽ ഭദ്രമായുണ്ടെന്നും ശ്വേത വെളിപ്പെടുത്തി. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ കെണിയിലാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഘടനയിൽ ഭാരവാഹികൾ തമ്മിലുള്ള തർക്കങ്ങൾ തെരുവിലേക്കും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും നീണ്ടത് ജനറൽ ബോഡിയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ടിനി ടോം, ലക്ഷ്മിപ്രിയ എന്നിവരിൽ നിന്ന് തനിക്ക് വലിയ അപമാനമുണ്ടായെന്ന് അൻസിബ ആരോപിച്ചപ്പോൾ സംഘടനയെ തകർക്കാൻ അൻസിബ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നു എന്നായിരുന്നു മറുവിഭാഗത്തിൻ്റെ ആക്ഷേപം. ഇതിനിടയിൽ ഭരണഘടനയിൽ വിരുദ്ധമായി സംസാരിച്ചതിന് ടിനി ടോം, ജോയി മാത്യു, ലക്ഷ്മിപ്രിയ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു.